അങ്ങനെ ഒരു ദിവസം ഞാൻ ഇതുപോലെ പോകാനായിട്ടൊരു ദിവസം നിശ്ചയിച്ചു. അതിനോട് അടുത്ത് തന്നെ ഒരു ദിവസം നിശ്ചയിച്ചു. എല്ലാ ദിവസവും പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കും. അന്ന് ഈ പറഞ്ഞ പോലെ പിന്നെ അതിനായിട്ട് ഒരുങ്ങി പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചു. ഞങ്ങളുടെ നാട്ടിൽ നിന്നൊരു 20 കിലോമീറ്റർ അപ്പുറത്തുള്ള, എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു 10-15 കിലോമീറ്ററിലധികം ഉണ്ട്, അത്രയും ദൂരത്തുള്ള സ്ഥലം പരിശുദ്ധാത്മാവ് കാണിച്ചു തന്നു. അങ്ങനെ അവിടെ പോയി വീടുകളിലൂടെ ചെന്നു. ആരും തിരസ്കരിച്ചൊന്നുമില്ല. ചെന്ന വീടുകളിലൊക്കെ, ആളുള്ള വീട്ടിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, ലീഫ്ലെറ്റ് കൊടുത്തു. അവർ താല്പര്യം കാണിച്ചിടത്തൊക്കെ പ്രാർത്ഥിച്ചു, തിരിച്ചു പോന്നു. പ്രിയപ്പെട്ടവരെ, 36 റൂട്ടിൽ, അതായത് 36 ദിവസം, 3 മാസം കൊണ്ട് 36 റൂട്ടിൽ ആ ശുശ്രൂഷ നടന്നു. ഇങ്ങനെ പോയി തുടങ്ങി കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും പഴയ ധ്യാനത്തിന് പാട്ടുപാടാൻ വിളിച്ചുകൊണ്ടിരുന്ന സഹോദരങ്ങളൊക്കെ, ടീമംഗങ്ങളൊക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഇടയ്ക്ക് ധ്യാനത്തിന് പാട്ടുപാടാൻ പോകും. തിരിച്ചു വന്നു കഴിയുമ്പോൾ വന്നേച്ച് പിന്നെ പിറ്റേ ദിവസം മുതൽ വീണ്ടും ഫോർമേഷന് പോയി തുടങ്ങും. അങ്ങനെ ചെല്ലുന്ന വീടുകളിലൊക്കെ മഹാ അത്ഭുതങ്ങൾ പലയിടത്തുനിന്ന് കാണാൻ തുടങ്ങി. ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിഞ്ഞു. ദൈവം അനേകരെ സ്പർശിക്കുന്നത് ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. എൻ്റെ ഫോൺ നമ്പർ ഈ ചെല്ലുന്ന വീടുകളിൽ നിന്ന് ചിലരൊക്കെ മേടിച്ച് മറ്റവരുടെ ബന്ധുക്കൾക്കും പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പലയിടത്തും വിളി വരാൻ തുടങ്ങി. അപ്പോൾ ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ സ്ഥലക്കച്ചവടം നടക്കാൻ, അങ്ങനെ അവരുടെ പല നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ചില ആളുകൾ ഈ സ്ഥലക്കച്ചവടം നടക്കാനായിട്ട് ഒക്കെ ആയിട്ട് പ്രാർത്ഥിക്കാൻ പറയും. ബ്രദറെ, ഞങ്ങൾക്ക് ഇത്ര സ്ഥലമുണ്ട്, അത് ഇത്ര ലക്ഷത്തിന് അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താ ചെയ്യേണ്ടത്? അപ്പം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയും, അത് അവർ പറഞ്ഞേക്കാൾ ഒരു 5 ലക്ഷം കൂടെ കൂട്ടി പറയാം. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് അതേ വിലയ്ക്ക് തന്നെ ആ കൂട്ടി പറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നതാണ്. അങ്ങനെ ഈ 3 മാസം കൊണ്ട് 36 റൂട്ടിൽ ശുശ്രൂഷ ആയപ്പോഴത്തേക്കും ഈ കയ്യിൽ പ്രിന്റ് ചെയ്ത് വെച്ചിരുന്ന ലീഫ്ലെറ്റൊക്കെ തീരാനായി. CD തീരാനായി, ലീഫ്ലെറ്റും തീരാനായി. CD കുഴപ്പമില്ല, പക്ഷെ ലീഫ്ലെറ്റ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് വീടുകളിലൂടെ ചെല്ലുമ്പോൾ കൊടുക്കാനൊന്നുമില്ല. അപ്പം അത് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഒരു 1000-2000 കോപ്പി പ്രിന്റ് ചെയ്യണമെങ്കിൽ 14,000 രൂപ ചെലവ് വരും. അപ്പോൾ നമ്മളിതുപോലെ പ്രാർത്ഥിച്ചിട്ട് നേട്ടം കിട്ടിയ, സാമ്പത്തിക ലാഭം കിട്ടിയ പല വ്യക്തികളോട് ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു 4,000 രൂപ ഒന്ന് തന്ന് സഹായിക്കാമോ സഹോദരങ്ങളിൽ നിന്ന് പലരോടും അഭ്യർത്ഥിച്ചപ്പോൾ അന്നേരമാണ് ഈ പലരുടെ യഥാർത്ഥ മുഖം എന്താണെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞത്. എനിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, മോനെ, ഈ ശുശ്രൂഷ നീ ഇവിടെ വെച്ച് നിർത്തുക. ഇത് നാളെ തുടങ്ങണമെങ്കിൽ ഞാൻ നിന്നോട് പറയാം. പിന്നെ നീ എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആരുടെ മുമ്പിൽ ഇരക്കാനോ യാചിക്കാനോ പോകണ്ട. എൻ്റെ ശുശ്രൂഷ നടക്കണമെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളുണ്ട്. അവർ നിന്റെ വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നിന്റെ വീട്ടിൽ ഈ പൈസ കൊണ്ടുതരും.